TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജി ഹ്യൂമൻ ഫിസിയോളജി എന്ന യൂണിറ്റിലെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ഭാഗം വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ നമ്മുടെ മസിൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. Skeletal system consists of a framework of bones and a few cartilages. നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം, നമ്മുടെ അസ്ഥികൂട, അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഫ്രെയിംവർക്ക് ഓഫ് ബോൺസ് അതുപോലെ തന്നെ കാർട്ടിലേജസും. അപ്പം ബോൺസും കാർട്ടിലേജസും കുറിച്ച് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ബോൺസ് ആൻഡ് കാർട്ടിലേജസ് ആർ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ്. പ്രത്യേക തരം കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിൾസ് ആയിട്ട് പഠിച്ചതാണ് ബോൺസും കാർട്ടിലേജസും. ബോൺസ് ഹാസ് എ വെരി ഹാർഡ് മാട്രിക്സ് ഡ്യൂ ടു കാൽഷ്യം സാൾട്ട്സ് ഇൻ ഇറ്റ് ആൻഡ് കാർട്ടിലേജസ് ഹാസ് സ്ലൈറ്റ്ലി പ്ലയബിൾ മാട്രിക്സ് ഡ്യൂ ടു കോൺട്രോയിറ്റിൻ സാൾട്ട്സ്. ബോൺ സെൽസിൻ്റെയും കാർട്ടിലേജ് സെൽസിൻ്റെയും പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബോൺ സെൽസിലെ നമ്മൾ ഓസ്റ്റിയോസൈറ്റ്സ് എന്നും കാർട്ടിലേജ് സെൽസിനെ കോൺട്രോസൈറ്റ്സ് എന്നും പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സെല്ലുകളിൽ അവ തന്നെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ദ്രാവകമുണ്ട്. അതിനെയാണ് നമ്മൾ മാട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് ബോൺ സെൽസിൽ നല്ല കട്ടിയുള്ള ഫ്ലൂയിഡാണ്. അത് വെരി ഹാർഡ് മാട്രിക്സ് ആണ്. അപ്പം അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഡ്യൂ ടു കാൽഷ്യം സാൾട്ട്സ്. ഇതിനകത്തുള്ള കാൽഷ്യം സാൾട്ട്സിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അത് നല്ല ഹാർഡ്നെസ് കൊടുക്കുന്ന കാൽഷ്യം സാൾട്ട്സ് ആണ്. എന്നാൽ കാർട്ടിലേജസിനെ സംബന്ധിച്ചിടത്തോളം ഇവയുടെ സാൾട്ട് എന്ന് പറയുന്നത് കോൺട്രോയിറ്റിൻ സാൾട്ട്സ് എന്ന പേരിലാണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മ്യൂക്കോപോളിസാക്കറൈഡ്. കോൺട്രോയിറ്റിൻ സാൾട്ട്സ് ഈ കാൽഷ്യം സാൾട്ട്സിൻ്റെ അത്ര തിക്നെസ് ഉള്ളതല്ല, കട്ടിയുള്ളതല്ല. അത് സ്ലൈറ്റ്ലി പ്ലയബിളാണ്, അത് അല്പം ഫ്ലെക്സിബിളാണ്. ഇപ്പോൾ കാർട്ടിലേജസ് ബോൺസിൻ്റെ അത്രയും കട്ടിയുള്ളതല്ല. അപ്പോൾ ബോൺസും കാർട്ടിലേജസും ചേർന്ന ഒരു ഫ്രെയിം വർക്കാണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. കാർട്ടിലേജസ് ബോൺസിനെ തങ്ങളിൽ കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ കാർട്ടിലേജസ് കാണുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്, അവിടെ കാർട്ടിലേജസ് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. In human beings, skeletal system is made up of 206 bones and a few cartilages. നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ എത്ര ബോണുകളുണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 206 ബോൺസ് ആണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ ഉള്ളത്. ഇറ്റ് ഈസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു 2 പ്രിൻസിപ്പൽ ഡിവിഷൻസ്. 2 ഗ്രൂപ്പായിട്ട് നമുക്കിവയെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആക്സിയൽ സ്കെലിട്ടൺ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ. ആക്സിയൽ സ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മുടെ തലയോട്ടി അതുപോലെ നമ്മുടെ ഉടലും ഉൾപ്പെടുന്ന ഈ ഭാഗത്ത്, ഇത്രയും ഭാഗത്ത് വരുന്ന സ്കെലിട്ടണെയാണ് നമ്മുടെ ആക്സിയൽ സ്കെലിട്ടൺ എന്ന് വിളിക്കുന്നത്. ഇനി അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ കൈകാലുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ബോൺസ്. ആ ബോൺസിനെയാണ് അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആക്സിയൽ സ്കെലിട്ടനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. ആക്സിയൽ സ്കെലിട്ടൺ കംപ്രൈസസ് 80 ബോൺസ് ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ദ മെയിൻ ആക്സിസ് ഓഫ് ദ ബോഡി. ആക്സിയൽ സ്കെലിട്ടണിൽ ഉൾപ്പെടുന്നത് ടോട്ടൽ 80 ബോണുകളാണ്. ഏതൊക്കെയാണവ? ദ സ്കൾ, നമ്മുടെ തലയോട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന ബോണുകൾ. വെർട്ടിബ്രൽ കോളം, നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബോണുകൾ. സ്റ്റേണം, ഇവിടെ കാണുന്ന ഈ ഒരു സിംഗിൾ ബോണുണ്ട്. വാരിയലുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഒരു സിംഗിൾ ബോണുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റേണം. ആൻഡ് റിബ്സ്, ഈ വാരിയല്ലുകൾ. ഇത്രയും ഭാഗം ഉൾപ്പെടുന്നു. സ്കള്ളും വെർട്ടിബ്രൽ കോളവും സ്റ്റേണവും റിബ്സും ഉൾപ്പെടുന്ന ബോണുകളെല്ലാം കൂടെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പാണ് ആക്സിയൽ സ്കെലിട്ടൺ. So axial skeleton includes the skull, vertebral column, sternum and ribs.
The skull is composed of 2 sets of bones. അപ്പോൾ സ്കള്ളിൽ മൊത്തത്തിൽ 22 ബോൺസ് ഉണ്ട്. അതിനോടൊപ്പം ഈ ഭാഗത്ത് കാണുന്ന ഒരു ഹയോയിഡ് ബോണും അതുപോലെ തന്നെ ചെവിക്കകത്ത് കാണുന്ന മിഡിലിയർ ബോൺസ്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന പേരിലുള്ള മിഡിലിയർ ബോൺസും കൂടെ ചേർന്ന് നമുക്ക് വേണമെങ്കിൽ സ്കള്ളിൽ 29 ബോൺസ് ഉണ്ടെന്ന് പറയാം. ഓരോന്നായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ക്രാനിയൽ ബോൺസ് 8 ബോൺസ് ഉണ്ട്. തലയോട്ടിയിൽ വരുന്ന ബോൺസുകളെയാണ് ക്രാനിയൽ ബോൺസ് എന്ന് വിളിക്കുന്നത്. ദേ ഫോം ദ ഹാർഡ് പ്രൊട്ടക്റ്റീവ് ഔട്ടർ കവറിംഗ് ക്രാനിയം ഫോർ ദ ബ്രെയിൻ. നമ്മുടെ തലയോട്ടി വരുന്ന ഭാഗം, ഈ ഭാഗത്ത് മൊത്തത്തിൽ 8 ബോണുകൾ ചേർന്ന ഒരു സിംഗിൾ ബോണായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുന്നതാണ് തലയോട്ടി എന്ന് പറയുന്നത്. അത് ഒരു സൈഡിൽ 4 ബോൺ ഉണ്ടാവും, മറ്റേ സൈഡിൽ 4 ബോൺ ഉണ്ടാകും. അപ്പോൾ ആ ബോണുകളുടെ പേരൊന്ന് പരിചയപ്പെടാം. ഫ്രോണ്ടൽ ബോണ്, ഈ കാണുന്ന ഫ്രോണ്ടൽ ബോണ്, ഈ കാണുന്ന പെരൈറ്റൽ ബോണ്, ഇവിടെ കാണുന്ന ടെമ്പറൽ ബോണ്, ഈ കാണുന്ന ഓസിപ്പിറ്റൽ ബോൺ. ഫ്രോണ്ടൽ, പെരൈറ്റൽ, ടെമ്പറൽ, ഓസിപ്പിറ്റൽ, ഈ 4 ബോണുകളാണ് ക്രാനിയത്തിലുള്ളത്. ഒരു സൈഡിൽ ഇതുപോലത്തെ 4 ബോണുകളും മറ്റേ സൈഡിൽ 4 ബോണുകളും, അങ്ങനെ ചേർന്ന് 8 ബോണുകളാണ് ക്രാനിയത്തിലുള്ളത്. പേരുകൾ ഫ്രോണ്ടൽ ബോണ്, പെരൈറ്റൽ ബോണ്, ടെമ്പറൽ ബോണ്, ഓസിപ്പിറ്റൽ ബോൺ. അങ്ങനെ 8 ബോണുകളാണ് ക്രാനിയത്തിൽ കാണുന്നത്. ഇനി ഫേഷ്യൽ ബോൺസ് 14 ബോണുകൾ നമ്മുടെ മുഖത്ത് ഉണ്ട്. The facial region is made up of 14 skeletal elements which form the front part of the skull. അപ്പോൾ സ്കള്ളിൻ്റെ മുൻവശം എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്, മുഖം. മുഖത്ത് 14 ബോണുകളുണ്ട്. ഒരു സൈഡിൽ 7 ബോണ്, മറ്റേ സൈഡിൽ 7 ബോണ്. ഏതൊക്കെയാണ് ബോണുകളുടെ പേരുകൾ നോക്കൂ. ഒന്ന് സ്ഫീനോയിഡ് ബോൺ, ഈ കാണുന്ന സ്ഫീനോയിഡ് ബോൺ. ഇവിടെ ഈ കണ്ണിൻ്റെ ഭാഗത്തായിട്ട് കാണുന്ന എത്മോയിഡ് ബോൺ, ലാക്രിമൽ ബോൺ. എത്മോയിഡ് ബോൺ, ലാക്രിമൽ ബോൺ. ഇനി മൂക്കിൻ്റെ ഭാഗത്തായിട്ട് കാണുന്നത് നേസൽ ബോൺ, നേസൽ ബോൺ. ഈ ഭാഗത്തായിട്ട് കാണുന്നത് സൈഗോമാറ്റിക് ബോൺ, സൈഗോമാറ്റിക് ബോൺ. ഇനി മേൽത്താടിയിലെ എല്ല്, അതിനെ മാക്സില. കീഴ്ത്താടിയിലെ എല്ല് മാൻറ്റിബിൾ. അപ്പം അങ്ങനെ ഒരു സൈഡിൽ 7 ബോൺ ഉണ്ടാകും. സ്ഫീനോയിഡ് ബോൺ, എത്മോയിഡ് ബോൺ, ലാക്രിമൽ ബോൺ, നേസൽ ബോൺ, സൈഗോമാറ്റിക് ബോൺ, മാക്സില, മാൻറ്റിബിൾ. അങ്ങനെ 7 ബോണുകൾ ഒരു വശത്തും 7 ബോണുകൾ മറ്റേ വശത്തും. അങ്ങനെ ടോട്ടല് ഫേഷ്യൽ ബോൺസ് 14 ബോൺസ് ഉണ്ട്. പേരുകൾ ഒന്നുകൂടെ: സ്ഫീനോയിഡ് ബോൺ, എത്മോയിഡ് ബോൺ, ലാക്രിമൽ ബോൺ, നേസൽ ബോൺ, സൈഗോമാറ്റിക് ബോൺ, മാക്സില, മാൻറ്റിബിൾ. ഇനി ഹയോയിഡ് ബോൺ എന്നൊരു ബോണുണ്ട്. ഒരു സിംഗിൾ യു ഷേപ്ഡ് ബോൺ കാൾഡ് ഹയോയിഡ് ഈസ് പ്രസന്റ് അറ്റ് ദ ബേസ് ഓഫ് ദ ബക്കൽ ക്യാവിറ്റി ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ സ്കൾ. ഈ കാണുന്ന, ഈ ഫിഗറിൽ കാണുന്ന ഈ ബോൺ നമ്മുടെ കഴുത്തിൽ തൊണ്ടയുടെ ഭാഗത്തായിട്ട് നമ്മളൊന്ന് പിടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബോണാണിത്, ഹയോയിഡ് ബോൺ. ഇതൊരു സിംഗിൾ യു ഷേപ്ഡ് ബോണാണ്. ഈ ബോണ് നമ്മുടെ സ്കള്ളിൻ്റെ കാറ്റഗറിയിൽ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബോണാണ്. A single U-shaped bone called hyoid is present at the base of the buccal cavity and it is also included in the skull. Ear bones നമ്മുടെ സ്കള്ളിൻ്റെ ബോൺസിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. Each middle ear contains 3 tiny bones. 3 ബോൺസുകളുണ്ട്. ഏതൊക്കെയാണവ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇത് മൂന്നിനെയും കൂടെ ചേർത്തിട്ട് വിളിക്കുന്ന ഒരു സിംഗിൾ ടേമാണ് ഇയർ ഓസിക്കിൾസ്. ഇപ്പോൾ തലയോട്ടിക്കകത്ത് വരുന്ന ബോൺസാണ്, ചെവിക്കകത്ത് വരുന്ന ബോൺസാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്ന ഈ 3 ബോൺ. ഇതിനെ മൂന്നിനെയും കൂടെ ചേർത്തിട്ട് വിളിക്കുന്ന പേരാണ് ഇയർ ഓസിക്കിൾസ്. ഇനി ഓസിപ്പിറ്റൽ കോൺടൈൽ എന്നൊരു സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. അതായത് ദ സ്കൾ റീജിയൻ articulates with the superior region of the vertebral column with the help of 2 occipital condyles. അതായത് ഈ സ്കള്ളിൻ്റെ ഓസിപ്പിറ്റൽ ബോണിൻ്റെ 2 പ്രൊജക്ഷൻസ്
ഫിഗറിൽ നോക്കിയാൽ നമുക്ക് കാണാം ഈ രണ്ട് പ്രൊജക്ഷൻസ് ഓസിപ്പിറ്റൽ ബോൺസ് രണ്ട് പ്രൊജക്ഷൻസ് ആയിട്ടിവിടെ നിൽപ്പുണ്ട്. ഈ പ്രൊജക്ഷൻസ് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് വെർട്ടിബ്രയുമായിട്ടാണ്. ആ ഫസ്റ്റ് വെർട്ടിബ്രയെ വിളിക്കുന്ന പേരാണ് അറ്റ്ലസ് എന്ന് പറയുന്ന വെർട്ടിബ്രേ. സെക്കൻഡ് വെർട്ടിബ്രേ ആക്സിസ് എന്ന് വിളിക്കും. അറ്റ്ലസ് എന്ന് പറയുന്ന ഫസ്റ്റ് വെർട്ടിബ്രയുമായിട്ട് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഓസിപ്പിറ്റൽ കോണ്ടൈൽസ്. അപ്പം ഇങ്ങനെ ഹ്യൂമൻ സ്കള്ളിൽ രണ്ട് ഓസിപ്പിറ്റൽ കോണ്ടൈൽ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കള്ളിനെ ഡൈകോണ്ടിലിക് സ്കൾ എന്ന് വിളിക്കും. ഡൈകോണ്ടിലിക് സ്കൾ. രണ്ട് ഓസിപ്പിറ്റൽ കോണ്ടൈൽസ് കാണുന്നത് കൊണ്ട് ഹ്യൂമൻ സ്കൾ ഈസ് ഡൈകോണ്ടിലിക് സ്കൾ. അപ്പോൾ എന്താണ് ഓസിപ്പിറ്റൽ കോണ്ടൈൽ എന്ന് വിളിക്കുന്നത്? ദ സ്കൾ റീജിയൻ ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ സുപ്പീരിയർ റീജിയൻ ഓഫ് ദ വെർട്ടിബ്രൽ കോളം. സ്കള് വെർട്ടിബ്രൽ കോളത്തിൻ്റെ സുപ്പീരിയർ റീജിയനുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടു ഓസിപ്പിറ്റൽ കോണ്ടൈൽസ്. രണ്ട് ഓസിപ്പിറ്റൽ കോണ്ടൈൽസിൻ്റെ സഹായത്താലാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ സ്കളിനെ ഡൈകോണ്ടിലിക് സ്കൾ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത് വെർട്ടിബ്രൽ കോളത്തിലെ ബോൺസുകളെ കുറിച്ച് മനസ്സിലാക്കാം. Made up of 26 bones called vertebrae. 5 types of vertebrae are there. 5 തരത്തിലുള്ള ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സ് കാണിക്കുന്ന വെർട്ടിബ്രേസ് ഉണ്ട്. ഫസ്റ്റ് കഴുത്തിൻ്റെ റീജിയനിൽ വരുന്ന വെർട്ടിബ്രയെ വിളിക്കുന്ന പേരാണ് സെർവൈക്കൽ വെർട്ടിബ്രേ. അത് 7 എണ്ണം ഉണ്ട്. ദെൻ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന വെർട്ടിബ്രയാണ് തൊറാസിക് വെർട്ടിബ്രേ. തൊറാസിക് വെർട്ടിബ്രേ. ഇനി വയറിൻ്റെ ഭാഗത്ത് അബ്ഡോമിനൽ റീജിയനിൽ വരുന്ന വെർട്ടിബ്രയാണ് ലംബാർ വെർട്ടിബ്രേ. തൊറാസിക് വെർട്ടിബ്രേ 12 എണ്ണം ഉണ്ട്. ലംബാർ വെർട്ടിബ്രേ 5 എണ്ണം ഉണ്ട്. ദെൻ സാക്രൽ വെർട്ടിബ്രേ. സാക്രൽ റീജിയനിൽ ഒരു വെർട്ടിബ്രയാണ്. അത് 5 എണ്ണം ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ വെർട്ടിബ്രേ ആയിട്ട് മാറിയിട്ടുള്ളതാണ്. ഇനി ഏറ്റവും ലാസ്റ്റിൽ കൊസീക്സ്. അവിടെയും 4 വെർട്ടിബ്രേ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ വെർട്ടിബ്രേ ആയിട്ട് മാറിയിട്ടുള്ളതാണ്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അവർ വെർട്ടിബ്രൽ കോളം ഈസ് ഫോംഡ് ബൈ 26 സീരിയലി അറേഞ്ച്ഡ് യൂണിറ്റ്സ് കാൾഡ് വെർട്ടിബ്രേ ആൻഡ് ഈസ് ഡോർസലി പ്ലേസ്ഡ്. ഇപ്പോൾ വെർട്ടിബ്രൽ കോളം വരുന്ന നമ്മുടെ മുതുകിൻ്റെ ഭാഗമാണ് നമ്മുടെ എന്താ വിളിക്കുക, ഡോർസൽ സൈഡ് എന്ന് വിളിക്കുക. Our vertebral column is formed by 26 serially arranged units called vertebrae. Vertebral column 26 vertebrae ഇങ്ങനെ ഒന്നിനു പുറകിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡോർസൽ സൈഡിലാണ് ഇത് കാണുന്നത്. അതിൻ്റെ പേരുകൾ നമ്മൾ മനസ്സിലാക്കി. സെർവൈക്കൽ വെർട്ടിബ്രേ, ഈ റീജിയനിൽ വരുന്നതിനെ സെർവൈക്കൽ വെർട്ടിബ്രേ എന്ന് പറയുന്നു. ഇവിടെ ഈ റീജിയനിൽ വരുന്നതിനെ തൊറാസിക് വെർട്ടിബ്രേ എന്ന് പറയുന്നു. ഇവിടെ ലംബാർ വെർട്ടിബ്രേ എന്ന് പറയുന്നു. ഇത് സാക്രം, ദെൻ കൊസിക്സ്. ഇറ്റ് എക്സ്റ്റെൻസ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്കൾ. സ്കളിൻ്റെ ബേസിൽ നിന്ന് ഇത് തുടങ്ങുന്നു. ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ മെയിൻ ഫ്രെയിം വർക്ക് ഓഫ് ദ ട്രങ്ക്. നമ്മുടെ ബോഡിയുടെ മെയിൻ ഫ്രെയിം വർക്കിൻ്റെ ഭാഗമായിട്ട് ഇത് നിൽക്കുന്നു. ഇനി വെർട്ടിബ്രൽ കോളത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈച്ച് വെർട്ടിബ്ര ഹാസ് എ സെൻട്രൽ ഹോളോ പോർഷൻ, ന്യൂറൽ കനാൽ. ഓരോ വെർട്ടിബ്രയുടെയും നടുവിലായിട്ട് ഇങ്ങനെ ഒരു ഹോളുണ്ട്. ത്രൂ വിച്ച് ദ സ്പൈനൽ കോഡ് പാസസ്. ഇപ്പോൾ ബ്രെയിനിൽ നിന്നും വരുന്ന സുഷുപ്ന നാഡി അത് ഇതിനകത്തുകൂടെയാണ് കടന്നു പോകുന്നത്. ഈച്ച് വെർട്ടിബ്ര ഹാസ് എ സെൻട്രൽ ഹോളോ പോർഷൻ നോൺ ആസ് ദ ന്യൂറൽ കനാൽ. ഇതിനെ വിളിക്കുന്ന പേര് ന്യൂറൽ കനാൽ. through which the spinal cord passes. First vertebra is the atlas. നേരത്തെ സൂചിപ്പിച്ചു, ആദ്യത്തെ വെർട്ടിബ്രയെ, സെർവൈക്കൽ വെർട്ടിബ്രയുടെ ഫസ്റ്റ് വെർട്ടിബ്രയെ വിളിക്കുന്ന പേര് അറ്റ്ലസ് എന്നാണ് വിളിക്കുക. ആൻഡ് ഇറ്റ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ ഓസിപ്പിറ്റൽ കോണ്ടൈൽസ്. ഓസിപ്പിറ്റൽ കോണ്ടൈലുമായിട്ടാണിത് മൂവ് ചെയ്യുന്നത്. The vertebral column is differentiated into cervical vertebrae 7 cervical vertebrae ഉണ്ട്. thoracic vertebrae 12 എണ്ണം ഉണ്ട്. ലംബാർ റീജിയനിൽ 5 vertebrae ഉണ്ട്. സാക്രൽ റീജിയനിൽ ഒരെണ്ണം ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളതാണ്. കൊസീജിയൽ റീജിയനിലും ഒരെണ്ണം. സ്റ്റാർട്ടിംഗ് ഫ്രം ദ സ്കൾ.
ഇനി വെർട്ടിബ്രൽ കോളത്തിനെ സംബന്ധിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് ദ നമ്പർ ഓഫ് സെർവൈക്കൽ വെർട്ടിബ്രേ ആർ 7 ഇൻ ആൾമോസ്റ്റ് ഓൾ മാമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീയിങ്സ്. ഏറ്റവും കഴുത്ത് നീളം കൂടിയ ജിറാഫിനും അതുപോലെ തന്നെ മനുഷ്യൻ്റെയും കഴുത്തിൽ എത്ര വെർട്ടിബ്രേ ഉണ്ടെന്ന് ചോദിച്ചാൽ നെക്ക് റീജിയനിലുള്ളത് 7 വെർട്ടിബ്രേസ് ആണ്. 7 സെർവൈക്കൽ വെർട്ടിബ്രേറ്റ്സ് ആണ്. ഇപ്പം ജിറാഫിനായാലും മനുഷ്യനായാലും ആ കഴുത്തിൻ്റെ നീളം അവിടെ പ്രശ്നമല്ല, അവിടുത്തെ ബോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 7 എണ്ണമാണ്. ദ നമ്പർ ഓഫ് സെർവൈക്കൽ വെർട്ടിബ്രേ ആർ 7 ഇൻ ഓൾമോസ്റ്റ് ഓൾ മാമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീയിങ്സ്. ദ വെർട്ടിബ്രൽ കോളം പ്രൊട്ടക്ട്സ് ദ സ്പൈനൽ കോഡ്. നേരത്തെ സൂചിപ്പിച്ചു, വെർട്ടിബ്രൽ കോളത്തിന് അകത്തുകൂടെയാണ് സ്പൈനൽ കോഡ് കടന്നു പോകുന്നത്. സപ്പോർട്ട് ദ ഹെഡിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് സെർവ്സ് ആസ് ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഫോർ ദ റിബ്സ് വാരിയല് വന്ന് അറ്റാച്ച് ചെയ്യാനുള്ള പോയിന്റ് ആയിട്ടും അത് മാറുന്നുണ്ട്. ആൻഡ് മസ്കുലേച്ചർ ഓഫ് ദ ബാക്ക്, മസിൽസ് വന്ന് അറ്റാച്ച് ചെയ്യാനും. സ്റ്റേണം ഈസ് എ ഫ്ലാറ്റ് ബോൺ ഓൺ ദ വെൻട്രൽ മിഡ് ലൈൻ ഓഫ് തൊറാക്സ്. ഇവിടെ ഈ കാണുന്ന ബോൺ, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേണം. അതൊരു ഫ്ലാറ്റ് ബോണാണ്. വെൻട്രൽ സൈഡിൽ തൊറാക്സിൻ്റെ മിഡ് സൈഡിലായിട്ട് മിഡ് ലൈനിലായിട്ട് കാണുന്ന ബോണാണ് സ്റ്റേണം. ഇനി റിബ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. റിബ്സ് ആർ ഫോംഡ് ഓഫ് 12 പെയേഴ്സ് ഓഫ് ബോൺസ്. 12 പെയർ ബോൺസുകൾ ചേർന്നതാണ് റിബ്സ്. ക്ലാസിഫൈഡ് ഇൻറ്റു 3 ടൈപ്സ്. 3 ടൈപ്പിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. തൊറാസിക് വെർട്ടിബ്രേ, റിബ്സ് ആൻഡ് സ്റ്റേണം ടുഗദർ കാൾഡ് റിബ് കേജ്. ഇപ്പോൾ തൊറാസിക് വെർട്ടിബ്രേ, തൊറാക്സിൻ്റെ സൈഡിൽ വരുന്ന തൊറാസിക് വെർട്ടിബ്രേയും റിബ്സും സ്റ്റേണവും ഇത്രയും കൂടെ ചേർന്നിട്ടാണ് നമ്മളതിനെ റിബ് കേജ് അല്ലെങ്കിൽ നെഞ്ചിൻ കൂട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. റിബ്സ് ഫോം ചെയ്തിരിക്കുന്നത് 12 പെയർ ഓഫ് ബോൺസ് ചേർന്നാണ്. അതിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ട്രൂ റിബ്സ്, ഫാൾസ് റിബ്സ്, ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ റിബ്സും അതുപോലെ തന്നെ സ്റ്റേണം എന്ന് പറയുന്ന ഈ ബോണും അതുപോലെ തൊറാസിക് റീജിയനിലുള്ള വെർട്ടിബ്രയും കൂടെ ചേർന്നിട്ട് മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് റിബ് കേജ്. ട്രൂ റിബ്സ് ഫസ്റ്റ് 7 പെയേഴ്സ് ഓഫ് റിബ്സ് ആണ് ട്രൂ റിബ്സ് എന്ന് വിളിക്കുന്നത്. 8 to 10 പെയേഴ്സ് ഓഫ് റിബ്സ് ആണ് ഫാൾസ് റിബ്സ് അല്ലെങ്കിൽ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന് വിളിക്കുക. 11-12 പെയേഴ്സ് ഓഫ് റിബ്സിനെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്നാണ് വിളിക്കുക. നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. There are 12 pairs of ribs. Each rib is a thin flat bone connected dorsally to the vertebral column. ഡോർസൽ സൈഡ്, നമ്മുടെ മുതുകിൻ്റെ സൈഡ്, ആ സൈഡിൽ വെർട്ടിബ്രൽ കോളവുമായിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. വെൻട്രലി ടു ദ സ്റ്റേണം, നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് ഇത് സ്റ്റേണം ബോണുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. It has 2 articulation surface on its dorsal end. ഇപ്പോൾ ഓരോ റിബ് ബോണിനും അതിൻ്റെ ഡോർസൽ സൈഡിൽ മുതുകിൻ്റെ ഭാഗത്ത് ഇറ്റ് ഹാസ് 2 ആർട്ടിക്കുലേഷൻ സർഫസസ്. 2 സർഫസസ് ഉണ്ട്. 2 ആർട്ടിക്കുലേഷൻ സർഫസസ് ഉണ്ട്. ഇവിടെ ഈ പിക്ചറിൽ നമുക്ക് കാണാം. ഇത് ഒരു ആർട്ടിക്കുലേഷൻ സർഫസ് ആണ്, ഇത് മറ്റൊരു ആർട്ടിക്കുലേഷൻ സർഫസ് ആണ്. ഈ 2 ഭാഗവും നമ്മുടെ വെർട്ടിബ്രയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഭാഗമാണ്. അതുമായിട്ട് ചേർന്ന് മൂവ് ചെയ്യുന്ന ഭാഗമാണ്, അനങ്ങുന്ന ഭാഗമാണ്. അപ്പോൾ ഈ രീതിയിൽ 2 ആർട്ടിക്കുലേഷൻ സർഫസ് ഉള്ളതുകൊണ്ട് നമ്മുടെ റിബ്സ് ബൈസിഫാലിക് എന്നൊരു ടേം ഉപയോഗിക്കാറുണ്ട്. ബൈസിഫാലിക്. Human ribs has 2 articulation surfaces on its dorsal end and is hence called bicephalic. അതുകൊണ്ട് നമ്മളതിനെ ബൈസിഫാലിക് എന്നൊരു ടേം കൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. ഫസ്റ്റ് 7 പെയേഴ്സ് ഓഫ് റിബ്സ് ആർ കാൾഡ് ട്രൂ റിബ്സ്. ആദ്യത്തെ 7 പെയർ റിബ്സ് അതിനെ ട്രൂ റിബ്സ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. Dorsally, they are attached to the thoracic vertebrae and ventrally connected to the sternum with the help of hyaline cartilage. ഇവിടെ ഈ റിബ്സിനെ
ഇവിടെ സ്റ്റേണവുമായിട്ട് കണക്ട് ചെയ്യുന്നത് കാർട്ടിലേജ് കൊണ്ടാണ്. ആ കാർട്ടിലേജിനെ വിളിക്കുന്ന പേരാണ് ഹയാലിൻ കാർട്ടിലേജ്. ഹയാലിൻ കാർട്ടിലേജ് കൊണ്ട് ആണ് റിബ്സിനെ സ്റ്റേണവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. The 8th, 9th and 10th pairs of ribs do not articulate directly with the sternum, but join the 7th rib with the help of hyaline cartilage. എട്ടാമത്തെ ഫസ്റ്റ് 7 പെയേഴ്സും ഡയറക്റ്റ് ആയിട്ട് സ്റ്റേണവുമായിട്ട് ഹയാലിൻ കാർട്ടിലേജ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് 7 പെയേഴ്സിനെ നമ്മൾ ട്രൂ റിബ്സ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ എട്ടാമത്തെയും 9ാമത്തെയും 10ാമത്തെയും റിബ്സുകൾ ഡു നോട്ട് ആർട്ടിക്കുലേറ്റ് ഡയറക്റ്റ്ലി വിത്ത് ദ സ്റ്റേണം. അപ്പോൾ ഈ റിബ്സുകൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേണവുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് എന്താ ചെയ്യുക? ജോയിൻ വിത്ത് ദ 7th റിബ്സ്, 7ാമത്തെ റിബ്സുമായിട്ടാണ്. 7ാമത്തെ റിബ്സ് 8, 9, 10 ഇത് മൂന്നും 7ാമത്തെ റിബ്സുമായിട്ട് ചേർന്നാണ് ഹയാലിൻ കാർട്ടിലേജ് കണക്ഷൻ വഴി സ്റ്റേണവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് 8ഉം 9ഉം 10ഉം റിബ്സുകൾ സ്റ്റേണവുമായിട്ട് കണക്ഷൻ ഇല്ല. അത് 7ാമത്തെ റിബ്സുമായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ റിബ്സുകളെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുക? വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് അഥവാ ഫാൾസ് റിബ്സ് എന്ന് വിളിക്കുക. ദീസ് ആർ കാൾഡ് വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ്. വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് അഥവാ ഫാൾസ് റിബ്സ് എന്ന് വിളിക്കുന്നു. സ്റ്റേണവുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കാർട്ടിലേജ് കൊണ്ട് കണക്ഷനുള്ള റിബ്സുകൾ ഫസ്റ്റ് 7 പെയേഴ്സ് ഓഫ് റിബ്സ് ആണ്. ആ റിബ്സുകളെ നമ്മൾ ട്രൂ റിബ്സ് എന്ന് വിളിക്കും. 8ഉം 9ഉം 10ഉം ഡയറക്റ്റ് സ്റ്റേണവുമായിട്ട് കണക്ഷൻ ഇല്ല. 7ാമത്തെ റിബ് വഴിയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഫാൾസ് റിബ്സ് അഥവാ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന പേരിൽ വിളിക്കുന്നു. ഇനി ലാസ്റ്റ് 2 പെയേഴ്സ് 11ഉം 12ഉം 11ഉം 12ഉം ഓഫ് റിബ്സ് ആർ നോട്ട് കണക്റ്റഡ് വെൻട്രലി ആൻഡ് ആർ ദെയർഫോർ കാൾഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. ഈ 2 റിബ്സുകൾ ഈ പിക്ചറിൽ നമുക്ക് കാണാം. 11ാമത്തെ റിബ്സും 12ാമത്തെ റിബ്സും. ഇത് രണ്ടും ആരുമായിട്ട് കണക്ഷൻ ഇല്ല? സ്റ്റേണവുമായിട്ട് കണക്ഷൻ ഇല്ല. വെർട്ടിബ്രൽ കോളവുമായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ. 11ഉം 12ഉം വെർട്ടിബ്രൽ കോളവുമായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ. അത് ഫ്രണ്ട് പോർഷനിൽ സ്റ്റേണവുമായിട്ട് കണക്ഷൻ ഇല്ല. ആൻഡ് ദേ ആർ കാൾഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. അപ്പം അവയെ എന്തു പേരിൽ വിളിക്കുന്നു? ഫ്ലോട്ടിംഗ് റിബ്സ് എന്നാണ് വിളിക്കുക. ലാസ്റ്റ് 2 പെയേഴ്സ് 11th and 12th of ribs are not connected ventrally and are therefore called floating ribs. Thoracic vertebrae, ribs and sternum together form the rib cage. Thoracic vertebrae thoracic region കാണുന്ന vertebrae റിബ്സും സ്റ്റേണവും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് റിബ് കേജ്. ഇനി നമുക്ക് നമ്മുടെ അപ്പൻഡിക്കുലാർ സ്കെലിട്ടനെ കുറിച്ച് മനസ്സിലാക്കാം. നമ്മുടെ കൈകാലുകളിൽ വരുന്ന സ്കെലിട്ടനെയാണ് അപ്പൻഡിക്കുലാർ സ്കെലിട്ടൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. The bones of the limbs along with their girdles constitute the appendicular skeleton. നമ്മുടെ കൈയിലെയും കാലിലെയും ബോണുകൾ അത് നമ്മുടെ ആക്സിയൽ സ്കെലിട്ടനുമായിട്ട് കണക്ട് ചെയ്യുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ഗേർഡിൽസ് എന്ന് വിളിക്കുന്നത്. ഷോൾഡർ ഗേർഡിലിനെ നമ്മൾ പെൽവിക് ഗേർഡിൽ എന്ന് വിളിക്കും. പെക്ടറൽ ഗേർഡിൽ എന്ന് വിളിക്കും. ഇവിടെ ഈ ഹിപ്പിൻ്റെ ഭാഗത്ത് വരുന്ന ഗേർഡിലിനെ പെൽവിക് ഗേർഡിൽ എന്ന് വിളിക്കും. അപ്പോൾ ഈ ലിംസും ഗേർഡിൽസും ചേർന്ന ബോൺസുകളാണ് അപ്പൻഡിക്കുലാർ സ്കെലിട്ടൻ എന്ന് വിളിക്കുന്നത്. The bones of the limbs along with their girdles constitute the appendicular skeleton. Each limb is made of 30 bones. ഓരോ ലിംബിലും ഓരോ കൈയിലും 30 ബോണുണ്ട്. ഓരോ കാലിലും 30 ബോൺ വീതം ഉണ്ട്. 4 ലിംസിൽ 2 ലിംസ് ഉണ്ട്. 30 × 2 60 ബോൺസ് ഉണ്ട്. ഹൈൻഡ് ലിംസിലും അതുപോലെ 30 × 2 60 ബോൺസ് ഉണ്ട്. പെക്ടറൽ ഗേർഡിൽ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഇവിടെ 2 ബോണുകൾ ഉണ്ട്. 2 കൈയിലും കൂടെ ആകുമ്പോൾ 4 ബോണുണ്ട്. പെൽവിക് ഗേർഡിലും അതുപോലെ ഓരോ ബോൺ വീതം 2 വശത്തുമുണ്ട്. അത് 2 ബോൺസ് ഉണ്ട്. അങ്ങനെ ടോട്ടല് 126 ബോൺസ് ആണ് അപ്പൻഡിക്കുലാർ സ്കെലിട്ടനിൽ വരുന്നത്. അപ്പൻഡിക്കുലാർ സ്കെലിട്ടനിൽ വരുന്നത് 126 ബോൺസ് ആണ് അപ്പൻഡിക്കുലാർ സ്കെലിട്ടനിൽ വരുന്നത്.
ഇനി ആദ്യം നമുക്ക് ബോൺസ് ഓഫ് ദ ഹാൻഡ്, ഫോർ ലിംസിലെ ബോൺസുകളെ കുറിച്ച് മനസ്സിലാക്കാം. The bones of the hand or forelimb are humerus, radius and ulna, carpals or wrist bones, metacarpals, phalanges. ഇപ്പോൾ കൈയിലെ ബോണുകളുടെ പേരുകൾ മനസ്സിലാക്കാം. കൈയുടെ ഈ ഭാഗത്ത് വരുന്ന ഈ ബോൺ, ഈ ബോണിനെ വിളിക്കുന്ന പേര് ഹ്യൂമറസ് ബോൺ എന്ന് വിളിക്കുന്നു. ഇനി ഇതാ ഈ ഭാഗത്ത് വരുന്ന ബോണ്, രണ്ട് ബോണാണ് ഈ ഭാഗത്തുള്ളത്, റേഡിയസ് ബോണും അൾനയും. ഇനി കൈയുടെ കുഴയുടെ ഭാഗത്തായിട്ട് 8 ബോണുകൾ ഈ ഭാഗത്തുണ്ട്. റിസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് 8 ബോണുകളുണ്ട്. ആ ബോണുകളെ വിളിക്കുന്ന പേര് കാർപ്പൽസ് എന്ന് വിളിക്കുന്നു. ഇനി ഇവിടെ ഈ ഭാഗത്തായിട്ട് മെറ്റാകാർപ്പൽസ് എന്ന് പറയുന്ന 5 ബോണുകളുണ്ട്. ഓരോ വിരലിൻ്റെ നേരെയും ഓരോ ബോണ് വീതം, അങ്ങനെ 5 മെറ്റാകാർപ്പൽസ് ഉണ്ട്. ഇനി ഫലാഞ്ചസ് എന്ന് പറയുന്ന ബോൺസ്, വിരലുകളിൽ കാണുന്ന ബോൺസ്, വിരലുകളിൽ കാണുന്ന ബോൺസ്, ഓരോ വിരലിലും ഇവിടെ 3 ബോണുകൾ വീതമുണ്ട്. ഈ വിരലുകളിലെല്ലാം 3 ബോണുകൾ വീതമുണ്ട്. ഇവിടെ പെരുവിരലിൻ്റെ ഭാഗത്ത് 2 ബോണുകളുണ്ട്. അങ്ങനെ ടോട്ടല് 14 ബോണുകളുണ്ട്. ഫലാഞ്ചിസ് ബോൺസ് എന്നാണ് ആ ബോൺസുകളെ വിളിക്കുന്നത്. ഇപ്പോൾ കയ്യിലെ ബോൺസുകളുടെ പേര് ഹ്യൂമറസ്, റേഡിയസ് ആൻഡ് അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലാഞ്ചസ്. ഹ്യൂമറസ് ബോൺ, ഇറ്റ് ഈസ് എ സിംഗിൾ ബോൺ. Radius bone, here we can see the radius bone and ulna bone. Then wrist bones are known as the carpals, 8 in number. Then metacarpals, 5 in number. And phalanges, വിരലുകളിൽ മൊത്തത്തിൽ 14 ബോൺസ്. അതിൽ പെരുവിരലിൽ 2 ബോണും മറ്റു വിരലുകളിൽ 3 ബോണുകൾ വീതം ഉണ്ട്. അങ്ങനെ ടോട്ടല് 4 ലിംസിൽ 30 ബോൺസ് ഉണ്ട്. ബോൺസ് ഓഫ് ദ 4 ലിംസ് ഒന്നുകൂടെ നോക്കാം. ഹ്യൂമറസ് 1 ബോൺ, റേഡിയസ് ആൻഡ് അൾന 2 ബോൺ, കാർപ്പൽസ് 8 ബോൺസ്, മെറ്റാകാർപ്പൽസ് 5 ബോൺസ്, ഫലാഞ്ചസ് 14 ബോൺസ്. ഹ്യൂമറസ് ബോൺ, ബോൺസ് ഓഫ് ദ അപ്പർ ആം, റേഡിയസ് ആൻഡ് അൾന ബോൺസ് ഓഫ് ദ ലോവർ ആം, കാർപ്പൽസ് റിസ്റ്റ് ആം, മെറ്റാകാർപ്പൽസ് പാം ബോൺസ്, ഫലാഞ്ചസ് ഫിംഗർ ബോൺസ്. ഇനി ഹൈൻഡ് ലിംസിന്റെ ബോണുകളുടെ പേരുകൾ പരിചയപ്പെടാം. ഫിമർ, ടിബിയ ആൻഡ് ഫിബുല, ടാർസൽസ്, മെറ്റാടാർസൽസ്, ഫലാഞ്ചസ്. എ കപ്പ് ഷേപ്ഡ് ബോൺ കാൾഡ് പെറ്റല്ല കവർ ദ നീ ക്യാപ്പ്, നീ വെൻട്രലി നോൺ ആസ് ദ നീ ക്യാപ്പ്. പിക്ചറിൽ നോക്കൂ. ഫസ്റ്റ് ബോൺ, തുടയല്, ആ ഭാഗത്ത് വരുന്ന ബോണാണ് ഫീമർ ബോൺ, തൈ ബോൺ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് ബോൺ. ഏറ്റവും നീളം കൂടിയ, ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ബോണാണ് ഫീമർ ബോൺ. കാലിലെ തുടയലാണ് ഏറ്റവും നീളം കൂടിയ ബോൺ. ഇനി അടുത്ത് ലോവർ ആമിൽ വരുമ്പോഴത്തേക്കും ടിബിയയും ഫിബുല, ടിബിയ ആൻഡ് ഫിബുല, അങ്ങനെ 2 ബോൺ ഇവിടെ ലോവർ ആമിലുണ്ട്. ഇതുപോലെ ഈ ഭാഗത്ത് നമുക്ക് കാണാം, നമ്മുടെ കാൽമുട്ടിലെ ചിരട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ബോണാണ് പെറ്റല്ല, പെറ്റല്ല. നീ ക്യാപ്പ് എന്ന് വിളിക്കുന്ന ബോണാണ് പെറ്റല്ല. ഇനി ഇവിടെ ലോവർ ആമിൽ ടിബിയ, ഫിബുല. കാൽക്കുഴയുടെ ഭാഗത്തായിട്ട് ടാർസൽസ്, ടാർസൽസ് കാൽപാദത്തിൽ മെറ്റാടാർസൽസ്, വിരലുകളിൽ ഫലാഞ്ചസ്, കൈയിലെയും കാലിലെയും വിരലുകളുടെ ബോണുകളെ ഫലാഞ്ചസ് എന്ന ടേം കൊണ്ട് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ബോൺസുകളുടെ പേരുകൾ നോക്കൂ. ഫിമർ, ഇറ്റ് ഈസ് ദ തൈ ബോൺ, ദ ലോങ്ങസ്റ്റ് ബോൺ. ദെൻ ടിബിയ ആൻഡ് ഫിബുല. ദെൻ ടാർസൽസ്, ആംഗിൾ ബോൺ, ഈ ഭാഗത്ത് കാണുന്ന ബോൺ. അത് എത്ര ബോണാണുള്ളത്? 7 ബോണാണുള്ളത്. 7 ബോൺസ് ആണ്. അപ്പോൾ കൈയുടെ റിസ്റ്റ് ബോൺ എന്ന് പറയുന്ന 8 ബോൺസ് ഉണ്ട്. എന്നാൽ കാലിലെ ഈ ഭാഗത്തുള്ള ബോൺ എന്ന് പറയുന്നത് 7 ബോണേ ഉള്ളൂ. ആംഗിൾ ബോൺസ് എന്ന് പറയുന്നത് 7 ബോണേ ഉള്ളൂ. മെറ്റാടാർസൽസ് 5 ബോൺസ് ആണ്. ഇവിടെ കാൽപാദത്തിൽ കാണുന്നത് 5 ബോണുകളാണ്. ദെൻ ഫലാഞ്ചസ്, ഡിജിറ്റ്സിൽ കാണുന്നത്, വിരലുകളിൽ കാണുന്നത് 14 in number, ആർ ദ ബോൺസ് ഓഫ് ദ ലെഗ് ഓർ ഹൈൻഡ് ലിംബ്. അപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ വിരലുകളിലും 3 ബോണുകളും പെരുവിരലിൽ 2 ബോണും, അങ്ങനെ ടോട്ടൽ 14 numbers. എ കപ്പ് ഷേപ്ഡ് ബോൺ കാൾഡ് പെറ്റല്ല കവർ ദ നീ വെൻട്രലി നോൺ ആസ് ദ നീ ക്യാപ്പ്. വെൻട്രൽ സൈഡിലായിട്ട് കാൽമുട്ടിലെ ചിരട്ട എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് പെറ്റല്ല.
ബോൺസുകളുടെ പേരുകൾ ഒന്നുകൂടെ നോക്കൂ. ഫിമർ 1 ബോൺ, ഇറ്റ് ഈസ് ദ തൈ ബോൺ, ലോങ്സ്റ്റ് ബോൺ. ടിബിയ ആൻഡ് ഫിബുല 2 ബോൺസ്, ബോൺസ് ഓഫ് ദ ലോവർ ലെഗ്. പെറ്റല്ല 1 ബോൺ, that is the kneecap. Tarsals 7 bones, that is the ankle bone. Metatarsals 5 bones, that is the foot bone. Phalanges 14 bones, bones of the toe, വിരലുകളുടെ bones. ഇനി നമുക്ക് ഗേർഡിൽസിനെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. 2 ഗേർഡിൽസ് ഉണ്ട്. ഒന്ന് പെക്ടറൽ ഗേർഡിലും മറ്റൊന്ന് പെൽവിക് ഗേർഡിലും. പെക്ടറൽ ഗേർഡിൽ എന്ന് പറയുന്നത് കൈകളെ ഉടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഗേർഡിലാണ് പെക്ടറൽ ഗേർഡിൽ. കാലുകളെ ഉടലുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് പെൽവിക് ഗേർഡിൽ. അതിലാദ്യം പെക്ടറൽ ഗേർഡിലിനെ കുറിച്ച് മനസ്സിലാക്കാം. പെക്ടറൽ ഗേർഡിൽ ബോൺസ് ഹെൽപ്പ് ഇൻ ദ ആർട്ടിക്കുലേഷൻ ഓഫ് ദ അപ്പർ ലിംസ് വിത്ത് ദ ആക്സിയൽ സ്കെലട്ടൺ. നമ്മുടെ അപ്പർ ലിംസ് എന്ന് പറയുമ്പോൾ കൈകളെ ഉടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഗേർഡിലാണ് പെക്ടറൽ ഗേർഡിൽ. Each half of the pectoral girdle consists of a clavicle and a scapula. ഇപ്പോൾ 2 ബോണുകളാണ് പ്രധാനമായിട്ടും പെക്ടറൽ ഗേർഡിൽ വരുന്നത്. ക്ലാവിക്കിൾ എന്ന് പറയുന്ന ഈ ബോണും സ്കാപ്പുല എന്ന് പറയുന്ന ഈ ബോണും. Scapula is a large triangular flat bone situated in the dorsal part of the thorax between the 2nd and 7th ribs. അപ്പോൾ റിബ്സിൽ നമ്മുടെ 7ാമത്തെയും 2ാമത്തെയും റിബ്സിൻ്റെ ഇടയിലായിട്ട് കാണുന്ന ബോണാണ് സ്കാപ്പുല. ഇറ്റ് ഈസ് എ ലാർജ് ട്രയാങ്കുലാർ ഷേപ്പിലാണ് ഈ ബോൺ കാണുക. ട്രയാങ്കുലാർ ഷേപ്പിൽ നമ്മുടെ ഡോർസൽ സൈഡിലായിട്ട് മുതുകിൻ്റെ ഭാഗത്തായിട്ട് കാണുന്ന ഒരു ലാർജ് ബോണാണ് സ്കാപ്പുല. ബിറ്റ്വീൻ ദ 2nd ആൻഡ് ദ 7th റിബ്സ്, 2ാമത്തെയും 7ാമത്തെയും റിബ്സിൻ്റെ പൊസിഷനിലായിട്ടായിരിക്കും ഇത് കാണുക. ദെൻ അക്രോമിയൻ പ്രോസസ്. ദ ഡോർസൽ flat triangular body of scapula has a slightly elevated ridge. ഇപ്പോൾ സ്കാപ്പുലയുടെ ഒരു സ്ലൈറ്റ്ലി എലിവേറ്റഡ് റിഡ്ജ്, ഒരല്പം ഒന്ന് എലിവേറ്റ് ചെയ്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പ്രൊജക്ഷൻ, കാൾഡ് ദ സ്പൈൻ, വിച്ച് പ്രൊജക്റ്റ് ആസ് ഫ്ലാറ്റ് എക്സ്പാൻഡഡ് പ്രോസസ് കാൾഡ് ദ അക്രോമിയൻ. അപ്പോൾ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്കാപ്പുല ബോണ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്ന ഒരു പ്രോസസ്സ്. അതിനെ വിളിക്കുന്ന പേരാണ് അക്രോമിയൻ പ്രോസസ്സ്. ആ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് അക്രോമിയൻ പ്രോസസ്സ്. ദ ഡോർസൽ ഫ്ലാറ്റ് ട്രയാങ്കുലാർ ബോഡി ഓഫ് സ്കാപ്പുല ഹാസ് എ സ്ലൈറ്റ്ലി എലിവേറ്റഡ് റിഡ്ജ് കാൾഡ് ദ സ്പൈൻ. ആ റിഡ്ജിനെ സ്പൈൻ എന്ന് വിളിക്കും. വിച്ച് പ്രൊജക്റ്റ് ആസ് എ ഫ്ലാറ്റ് എക്സ്പാൻഡഡ് പ്രോസസ് കാൾഡ് ദ അക്രോമിയൻ പ്രോസസ്. അപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു ഫ്ലാറ്റ് എക്സ്പാൻഡഡ് പ്രോസസ്സായിട്ട് ഇവിടെ കാണും. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ദ അക്രോമിയൻ പ്രോസസ്. ദ ക്ലാവിക്കിൾ ആർട്ടിക്കുലേറ്റ് വിത്ത് ദിസ്. പെക്ടറൽ ഗൈഡിൻ്റെ മറ്റൊരു ബോണാണ് ക്ലാവിക്കിൾ. ക്ലാവിക്കിൾ ഈ അക്രോമിയൻ പ്രോസസ്സുമായിട്ടാണ് മൂവ് ചെയ്യുന്നത്, ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു ടേമാണ് ഗ്ലീനോയിഡ് ക്യാവിറ്റി. ബിലോ ദ അക്രോമിയൻ is a depression called the glenoid cavity. ഇപ്പോൾ അക്രോമിയൻ പ്രോസസ്സ് ഇവിടെയുണ്ട്. ആ അക്രോമിയൻ പ്രോസസ്സിൻ്റെ ഇവിടെ there is a cavity. ആ ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് ഗ്ലീനോയിഡ് ക്യാവിറ്റി. വിച്ച് ആർട്ടിക്കുലേറ്റ് വിത്ത് ദ ഹെഡ് ഓഫ് ദ ഹ്യൂമറസ്. ഹ്യൂമറസ് ബോൺ അറിയാം, കയ്യിലെ ബോണാണ് ഹ്യൂമറസ് ബോണ്. ഹ്യൂമറസ് ബോണിൻ്റെ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് നമുക്ക് ഈ ഭാഗത്തായിട്ടുള്ളത്. അപ്പോൾ ഈ ഹ്യൂമറസ് ബോണിൻ്റെ ടിപ്പ് ഒരു ബോൾ പോലെ ഇരിക്കുന്നു. ആ ബോള് ഇതിൻ്റെ ഈ ക്യാവിറ്റിക്ക് അകത്തേക്കാണ് ഇറങ്ങിയിരിക്കുക. വിച്ച് ആർട്ടിക്കുലേറ്റ് വിത്ത് ദ ഹെഡ് ഓഫ് ദ ഹ്യൂമറസ് ടു ഫോം ദ ഷോൾഡർ ജോയിൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഷോൾഡർ ജോയിൻറ്റ്. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് നമ്മുടെ കൈകൾ ഈ പെക്ടറൽ ഗൈഡിലുമായിട്ട് ചേർന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഹ്യൂമറസ് ബോണിൻ്റെ ഇവിടെ ഒരു ബോൾ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. ആ പ്രൊജക്ഷൻ ഈ ഒരു ക്യാവിറ്റിക്കകത്തേക്ക് ഇറങ്ങി അങ്ങിരിക്കുക. ആ ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് ഗ്ലീനോയിഡ് ക്യാവിറ്റി. ബിലോ ദ അക്രോമിയൻ is a depression called the glenoid cavity which articulate with the head of the humerus to form the shoulder joint. ക്ലാവിക്കിൾ ബോണിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. ഈച്ച് ക്ലാവിക്കിൾ ഈസ് എ ലോങ് സ്ലെൻഡർ ബോൺ വിത്ത് 2 കർവേച്ചേഴ്സ്.
അപ്പോൾ ഈ കാണുന്നതാണ് ക്ലാവിക്കിൾ ബോണ്. ക്ലാവിക്കിൾ ബോണ് ആരൊക്കെയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഇവിടെ സ്റ്റേണവുമായിട്ടും അതുപോലെ ഇവിടെ അക്രോമിയൻ പ്രോസസ്സുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ബോൺ ഈസ് കോമൺലി കാൾഡ് ദ കോളാർ ബോൺ. കോളാർ ബോൺ എന്നാണ് നമ്മൾ വിളിക്കുക. കോമൺ ആയിട്ട് ഇതിന് കോളാർ ബോൺ എന്നാണ് വിളിക്കുക. ഇവിടെ നമുക്ക് പിക്ചറിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇതാണ് ക്ലാവിക്കിൾ ബോൺ ഓർ കോളാർ ബോൺ. ഇനി അടുത്ത് പെൽവിക് ഗേർഡിനെ കുറിച്ച് മനസ്സിലാക്കാം. പെൽവിക് ഗേർഡിൽ. പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്നത് കാലുകളെ ഉടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഗേർഡിലാണ് പെൽവിക് ഗേർഡിൽ. പെൽവിക് ഗേർഡിൽ ബോൺ ഹെൽപ്പ് ഇൻ ദ ആർട്ടിക്കുലേഷൻ ഓഫ് ദ ലോവർ ലിംബ് വിത്ത് ദ ആക്സിയൽ സ്കെൽട്ടൺ. അപ്പോൾ കാലിനെ ഉടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ലോവർ ലിംബിനെ ആക്സിയൽ സ്കെൽട്ടനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഗേർഡിലാണ് പെൽവിക് ഗേർഡിൽ. ഫോംഡ് ഓഫ് 2 കോക്സൽ ബോൺസ്. ഈച്ച് കോക്സൽ ഈസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് 3 ബോൺ. 3 ബോണുകൾ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു സിംഗിൾ ബോണാണ് ഈ പെൽവിക് ഗേർഡിലെ കോക്സൽ ബോൺ എന്ന് വിളിക്കുന്നത്. മൊത്തത്തിൽ ഇതിനെ കോക്സൽ ബോൺ എന്നാണ് വിളിക്കുക. ആ 3 ബോണുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുക? ഇലിയം, പ്യൂബിസ് ആൻഡ് ഐക്കിയം. ഇലിയം, പ്യൂബിസ് ആൻഡ് ഐക്കിയം. ഇലിയം ബോൺ നമുക്കിത് ഇവിടെ കാണാം. ഇലിയം ബോണ്, പ്യൂബിസ് ബോണ്, ഐക്കിയം. അപ്പോൾ ഈ 3 ബോണുകൾ, ഈ 3 ബോണുകളും ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ബോണാണ്. ആ സിംഗിൾ ബോണിനെയാണ് നമ്മൾ കോക്സൽ ബോൺ എന്ന് വിളിക്കുക. അപ്പോൾ ഒരു സൈഡിൽ ഒരു സിംഗിൾ ബോൺ, മറ്റേ സൈഡിൽ ഒരു സിംഗിൾ ബോൺ എന്നുള്ള കണക്കിലാണ് പെൽവിക് ഗേർഡിൽ കണക്കാക്കുന്നത്. ഇലിയം, പ്യൂബിസ് ആൻഡ് ഐക്കിയം. The cavity formed at the point of fusion of the 3 bones, ilium, icium and pubis, to which the thigh bone articulates, is known as the acetabulum. അപ്പോൾ ഇലിയം ബോണും ഐക്കിയം ബോണും പ്യൂബിസ് ബോണും കൂടെ 3 കൂടെ ചേരുന്ന സ്ഥലത്ത് ഇവിടെ ഒരു ക്യാവിറ്റി ഡെവലപ്പ് ചെയ്യും. നേരത്തെ കൈകളെ ഉടലുമായിട്ട് ബന്ധിപ്പിക്കാൻ ഒരു ക്യാവിറ്റി, ഗ്ലീനോയിഡ് ക്യാവിറ്റി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കാലുകളെ ഉടലുമായിട്ട് ബന്ധിപ്പിക്കാൻ ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്. ദാറ്റ് ക്യാവിറ്റി ഈസ് നോൺ ആസ് ദ അസറ്റാബുലം. ഇവിടെ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. ഇപ്പോൾ ഫിമർ ബോണ്, തൈ ബോണിൻ്റെ ഈ ഭാഗം ഒരു ബോൾ പോലെ ഇരിക്കുന്നതാണ്. ആ ബോൾ ഈ ക്യാവിറ്റിക്കകത്തേക്ക് ഇറങ്ങിയിരിക്കും. ആ ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് അസറ്റാബുലം. അസറ്റാബുലം. The cavity formed by the fusion of these 3 bones, ilium, pubis and icium, is known as the acetabulum. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് പ്യൂബിക് സിംഫസിസ്. The pubis bone of the 2 sides articulate at the median line and forms the pubic symphysis. ഈ ഒരു സൈഡിലുള്ള പ്യൂബിക് ബോൺ, ഒരു കോക്സൽ ബോൺ ഉണ്ട്, മറ്റേ സൈഡിലെ കോക്സൽ ബോൺ ഇവിടെയുണ്ട്. ഇത് രണ്ടും കൂടെ ഇവിടെ വന്ന് ജോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ജോയിൻറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്യൂബിക് സിംഫസിസ്. പ്യൂബിക് സിംഫസിസ് എന്നാണ് വിളിക്കുക. ഈ ഭാഗത്തിനെ ഓർക്കുക, പ്യൂബിക് സിംഫസിസ്. The pubis bone of the 2 sides articulate at the median line and forms the pubic symphysis. For video lessons, please subscribe TLP's biology classes. Thank you.